കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ കണ്ടവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ കണ്ടവനൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടുകൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടുകൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിയിടും നേരമതിൻ ക്രൂശിൻ നിഴൽ നിനക്കായി. കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിയിടും നേരമതിൻ ക്രൂശിൻ നിഴൽ നിനക്കായി. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടുകൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടുകൂടെ എന്നും ഞാനുണ്ടു അന്ത്യം വരെ. പ്രൈസ് ദി ലോർഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വചനം വായിച്ച് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മോട് ഇടപെടുവാൻ വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതിനായി ഒരു വാക്യം വായിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 14:26 വാക്യം. മാത്യു ചാപ്റ്റർ 14 വേഴ്സസ് 26. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവ്, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്ക വരേണ്ടതിനെ കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അല്പനേരം ഈ വചനത്തിൽ നമുക്ക് ചിന്തിക്കാം. പത്രോസ് വളരെ സന്തോഷമുള്ളവനായി അവിടെ കാണുകയാണ്. എൻ്റെ കർത്താവ് വെള്ളത്തിൽ കൂടെ നടന്നു അവൻ്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടപ്പോൾ പത്രോസിന് വലിയ ആഗ്രഹം തോന്നുകയാണ്. അവൻ അപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല. പത്രോസിന് ഒരാഗ്രഹം വെള്ളത്തിൽ കൂടെ നടന്ന് യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലണം. അവൻ്റെ ഉള്ളിലെ സന്തോഷം അങ്ങനെ വർദ്ധിക്കുകയാണ്. ആദ്യം ഭൂതം വരുന്നു എന്ന് പറഞ്ഞ് പേടിച്ച് യേശുവാണ് അതെന്ന് അറിഞ്ഞപ്പോൾ, തൻ്റെ കർത്താവ് വെള്ളത്തിൽ കൂടെ വളരെ ശാന്തതയോടെ കടന്നു വന്നപ്പോൾ തനിക്കും വെള്ളത്തിൽ കൂടെ നടന്ന കർത്താവിൻ്റെ കരങ്ങളിലൊന്ന് പിടിക്കാൻ വളരെ ആഗ്രഹം പത്രോസിൻ്റെ ഉള്ളിലുണ്ടായി. പത്രോസ് പറയുകയാണ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കിലേക്ക് വരേണ്ടതിനെ കൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ കർത്താവ് പത്രോസിനോട് വരിക എന്ന് പറഞ്ഞു. അത് കേട്ട് പത്രോസ് വേഗത്തിൽ പടകിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന്മേൽ നടന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കടലിലേക്ക് നോക്കിയപ്പോൾ ഭ്രമിച്ചു പോയി. കാറ്റും കോളും തിരമാലയും കണ്ട് ഭയന്നു. താൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുമോ എന്നുള്ള ഭീതി അവൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങിയാണ് പത്രോസ്. കർത്താവേ, എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി പത്രോസിനെ പിടിച്ചു എന്ന് വായിക്കുന്നു. പത്രോസിൻ്റെ ഭയം കണ്ട് കർത്താവിന് ദേഷ്യമായി. കർത്താവ് ചോദിക്കുകയാണ്, അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു? കർത്താവ് ഇവിടെ പത്രോസിനോട് പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ ഓരോരുത്തരും ഗ്രഹിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് പലപ്പോഴും സംശയമാണ്. പ്രാർത്ഥിച്ചാൽ അത് നടക്കുമോ? നമ്മുടെ ഉള്ളിൽ അല്പമെങ്കിലും സംശയമുണ്ടെങ്കിൽ പല കാര്യങ്ങളും നടക്കാതെ വരും. പത്രോസിന് അവിടെ എന്താണ് സംഭവിച്ചത്? യേശു പറഞ്ഞു, പത്രോസേ വരിക.
പത്രോസ് കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയപ്പോൾ വലിയ ധൈര്യമായിരുന്നു. നടക്കാൻ തുടങ്ങിയപ്പോൾ വീണു പോകുമെന്ന് ഭയന്ന് ഒരു ഭയം പത്രോസിനെ ബാധിക്കുകയാണ്. കാറ്റും കോളും കണ്ടപ്പോൾ അവൻ്റെ വിശ്വാസമൊക്കെ പോയി. അവൻ വീണു പോകുമെന്ന് ചിന്തിച്ചു. അപ്പോൾ അവൻ വീഴാൻ തുടങ്ങുകയാണ്. നമ്മുടെ വളരെ ശക്തിയോടെയുള്ള പ്രാർത്ഥന ദിവസേന എത്തും. എന്നാൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ പ്രാർത്ഥന ഫലിക്കാതെ വരും. ഉറച്ച വിശ്വാസത്തോടെ ലഭിക്കുമെന്ന് കരുതി വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും കിട്ടുമെന്ന് വിശ്വസിക്കുക. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഇതാണ് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ പത്രോസിനോട് ചോദിക്കുന്നു, അല്പവിശ്വാസി നീ എന്തിനു സംശയിച്ചു? പത്രോസ് കർത്താവിനെ കണ്ടുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങിയതാണ്. എന്നാൽ കാറ്റും കോളും തിരമാലയും കടലിൻ്റെ ആഴവും വിശാലതയും ഒക്കെ ഓർത്തപ്പോൾ അവന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ മുങ്ങാൻ തുടങ്ങി. അല്പനേരത്തെ കർത്താവിൻ്റെ മുഖം മറന്ന് അവൻ ലോകത്തിലേക്ക് നോക്കിപ്പോയി. തൻ്റെ ശ്രദ്ധ അവിടെ പതറിപ്പോയി കാണാം. അവൻ വെള്ളത്തിൽ അവൻ മുങ്ങിച്ചത്തു പോകുമെന്ന് അവൻ വിചാരിച്ചു പോയി. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കുന്നത്? നമ്മൾ കർത്താവിനെ കണ്ടുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ കണ്ടപ്പോൾ തളർന്നു പോയി, ഭയന്നു പോയി. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങൾ, മറ്റവസ്ഥകൾ, പ്രശ്നങ്ങളും കഷ്ടതകളും ഒക്കെ വന്നപ്പോൾ നമ്മളൊക്കെ പതറിപ്പോയ അവസ്ഥ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം ചോദിക്കുന്നു, അല്പവിശ്വാസി നീ എന്തിനു സംശയിക്കുന്നു? കഷ്ടതകളാൽ മുങ്ങിപ്പോകാതെ, പ്രതികൂലങ്ങളിൽ വീണു പോകാതെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ലോകമുഖം കണ്ട് ഭയപ്പെട്ട് ദൈവത്തിൻ്റെ മുഖത്ത് നിന്ന് കണ്ണുമാറി സാഹചര്യങ്ങളിലേക്കും ലോകത്തിലേക്ക് നോക്കാൻ തുടങ്ങി. ദൈവത്തെ സംശയിക്കാൻ തുടങ്ങി. പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയി. ഇങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ പല ഭക്തന്മാരും ജീവിതത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സങ്കീർത്തനം 34:5 പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വീണു പോകുന്നതും വീഴ്ചയിലേക്കും പരാജയങ്ങളിലേക്കും പോകുന്നത്. ദൈവത്തിൻ്റെ നിന്ന് ആ ശ്രദ്ധ മാറ്റാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം യേശു ദൈവത്തിനെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു. പിന്നെയും പലപ്പോഴും അവൻ അങ്ങനെ വിശ്വസിച്ചിട്ടും പതറിപ്പോകുന്ന അവസ്ഥ അവൻ്റെ ജീവിതത്തിലുണ്ടായി. തൻ്റെ നോട്ടം മാറിപ്പോകുന്നത് കൊണ്ടാണ് അവന് അങ്ങനെ സംഭവിച്ചത്. നമ്മൾക്കതൊക്കെ കൊണ്ടാണ് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നത്. മത്തായി 26:33 വായിക്കുമ്പോൾ, കർത്താവിൻ്റെ ക്രൂശുമരണം സമീപിച്ചപ്പോൾ ഈ രാത്രിയിൽ കോഴിക്ക് മുമ്പേ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് യേശു പത്രോസിനോട് പറഞ്ഞു. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ലാതെ പത്രോസ് ശിഷ്യന്മാരും ഉറപ്പിച്ച് കർത്താവിനോട് പറഞ്ഞു. മത്തായി 26:69-75 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് കർത്താവിനെ പൂർണ്ണമായി 3 പ്രാവശ്യം തള്ളിപ്പറയുന്നു. പത്രോസ് പിന്നെയും അവിടെ പതറിപ്പോകുന്നതായി കാണാം. യേശു ക്രിസ്തു സാക്ഷാത് ദൈവമെന്ന് അറിഞ്ഞിട്ടും അവൻ്റെ കൂടെ നടന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടും പിന്നെയും തൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട് ലോകമുഖത്തേക്ക് നോക്കുകയാണ്. അവൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലായപ്പോൾ അരിമതാതനെ തള്ളിപ്പറയുന്നു. രക്ഷകനെ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. അവനെ ഞാൻ അറിയുന്നില്ല എന്ന് തീർത്തു പറഞ്ഞു. ഉടനെ കോഴി കൂകി. എന്നാറേ കോഴി കൂകും മുമ്പേ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. അത് പുറത്തു പോയി ദുഃഖത്തോടെ കരഞ്ഞു എന്ന് അവിടെ വായിക്കും. അവിടെ പത്രോസ് വളരെ ദുഃഖിതനായി പൊട്ടിക്കരയുകയാണ്. അവൻ്റെ വായിൽ നിന്നും വന്നുപോയ വാക്കുകളെ ഓർത്തപ്പോൾ അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ദൈവവും രക്ഷകനുമായ യേശു കർത്താവിനെ തള്ളിപ്പറയേണ്ടി വന്നല്ലോ എന്ന് ഓർത്ത് കരഞ്ഞ് അവിടെ പത്രോസിനൊരു വലിയ മാനസാന്തരം ഉണ്ടാകുന്നതായി കാണും. യോഹന്നാൻ 21:3 വായിക്കുമ്പോൾ അവിടെ പത്രോസ് വലയെടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്നു. ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് പറഞ്ഞത് പത്രോസ് അപ്പാടെ മറന്നു. കർത്താവ് കൂടെ നടന്നപ്പോൾ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ നടന്നുപോയി. ഇനി എൻ്റെ ജീവിതമാർഗത്തിന് ഞാൻ എന്ത് ചെയ്യുമെന്ന ചിന്ത അവനെ അലട്ടി. പത്രോസിനെ ദൈവം വിളിച്ചിറക്കിയെങ്കിൽ അവൻ്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളും എന്ന് അവൻ മറന്നുപോയി. അവിടെ പത്രോസ് പിന്നെയും പതറുന്നു. ദൈവത്തിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകുന്നു. ലോകത്തിലേക്ക് അവൻ നോക്കുകയാണ്. എങ്ങനെ കഴിയും, എങ്ങനെ ജീവിക്കുമെന്നുള്ള ചിന്ത അവനെ അലട്ടി. ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കാതെ ലോകത്തെ ആശ്രയിക്കും. ഇന്ന് പലരും ദൈവ വേലക്കാർക്കും ശുശ്രൂഷക്കാർക്കും ഒക്കെ സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. കർത്താവിൻ്റെ ശിഷ്യനായ പത്രോസിന് അങ്ങനെ സംഭവിച്ചെങ്കിലും മറ്റുള്ളവരുടെ കാര്യം നമുക്ക് പറയണം. ഇങ്ങനെ ദൈവവേലയും ഒക്കെ മാത്രം നോക്കിക്കൊണ്ട് നടന്നാൽ വീട്ടുകാര്യങ്ങൾ എങ്ങനെ നടക്കും, എങ്ങനെ പണമുണ്ടാകുമെന്ന ചിന്ത പലരെയും ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പണം സമ്പാദിക്കാൻ പല വഴികളും തിരയുന്നു. ദൈവവേല ചെയ്യുമ്പോൾ തന്നെ പണം സമ്പാദിക്കുന്ന കുറുക്ക് വഴികളൊക്കെ നോക്കുന്നു. പത്രോസും കൂട്ടരും വലയും കൊണ്ട് പിന്നെയും മീൻ പിടിക്കാൻ പോവുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഒരു മീനിൻ്റെ പോലും അവർ കിട്ടിയില്ല. യേശു അവനോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. കർത്താവ് പറഞ്ഞു, പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശും, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവരോട് പറഞ്ഞു. അവർ വല വീശി മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. കർത്താവ് ഇല്ലാതെ
ഇല്ലാതെയോ കർത്താവിൻ്റെ വാക്ക് നിരസിച്ചും പോയാൽ ഒരു ഭക്തനും ഒന്നും ചെയ്യുവാനോ ഒന്നും കിട്ടുവാനും കഴിയുന്നില്ല. ഭൂമിയിലെ നന്മകൾ വാരിപ്പിടിക്കാൻ ഓടുമ്പോൾ നമ്മൾ ഓർക്കുക, ദൈവം നിന്നെ എന്താണ് ഏൽപ്പിച്ചത്, എന്ത് ഉത്തരവാദിത്തമാണ് നിനക്ക് തന്നിരിക്കുന്നത്. ദൈവം ശബ്ദം കേൾപ്പാൻ കാതോർക്കണം, മനുഷ്യൻ്റെ ശബ്ദമല്ല. നിന്നോട് ദൈവം എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കുക. തിരിച്ചറിഞ്ഞ് നമ്മൾക്ക് അത് അങ്ങനെയുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും വേണം. ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണോ നമ്മുടെ കാതുകളിൽ കേൾക്കുന്നത് എന്ന് ഓരോ ഭക്തനും ഉറപ്പ് വരുത്തേണ്ടത് വലിയ ആവശ്യമാണ്. പത്രോസിനെ അങ്ങനെ വിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പത്രോസിന് മേൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. കഴിവില്ല എന്ന് ചിന്തിച്ച് പതറിപ്പോയ പത്രോസിനെ യേശു കർത്താവ് ഒരു വലിയ പാറയെ പോലെ ശക്തനാക്കി മാറ്റുകയാണ്. യോഹന്നാൻ 21:15-18 വായിക്കുമ്പോൾ, അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതിന് കർത്താവെ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് കർത്താവ് അവനോട് പറഞ്ഞു. കർത്താവ് സംസാരം നിർത്തിയില്ല. പിന്നെയും ചോദ്യം ആവർത്തിക്കുന്നു. 3 പ്രാവശ്യം അവിടെ പത്രോസിനോട് ചോദിക്കുന്നു. പത്രോസ് വളരെ ദുഃഖിക്കുന്നു. 3-ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ അവൻ ദുഃഖം സഹിക്കവയ്യാതെ, അവൻ ഉറപ്പില്ലാതെ പലപ്പോഴും പതറിപ്പോകണമെന്നുള്ള ബോധം അവന് മനസ്സിലായി. അവൻ്റെ ഹൃദയത്തിൽ അതുണ്ടായി. അവിടെ കർത്താവ് ഉറപ്പിക്കുകയാണ്. അവൻ പതറിപ്പോയിരുന്ന അവസരങ്ങളിലൊക്കെ പൊട്ടിക്കരഞ്ഞ് തെറ്റുകൾ ഏറ്റുപറയുകയും ചെയ്തു. ദൈവം പത്രോസിനെ ശക്തിയായി നിർത്താൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു, അതിൻ്റെ അർത്ഥം നീ ദൈവത്തിൻ്റെ വേലക്കാരനായി മാറണമെന്നാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമേ, ആരെങ്കിലും ദൈവത്തെ കൂടുതലായി മറ്റെന്തിനേക്കാളും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്നത് അവൻ്റെ ശുശ്രൂഷക്കാരായി മാറുവാനാണ്. അവിടെ യേശു നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-1-4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാളിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയോടെ അവരുടെ മേൽ വന്നു. യേശു കർത്താവ് പറഞ്ഞതുപോലെ കാര്യസ്ഥനെ ഭൂമിയിലേക്ക് അയച്ചു അവരെ ശക്തരാക്കി മാറ്റി. ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ പത്രോസിനെ ദൈവം ശക്തിയായി അവിടെ മാറ്റുകയാണ്. അങ്ങനെ പലരെയും ദൈവം ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറച്ചു. അങ്ങനെ പത്രോസിൻ്റെ പതർച്ച മാറി, ഭയം മാറി. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കാൻ, അനേകരെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ, യേശുക്രിസ്തു ലോകരക്ഷിതാവെന്ന് കാണിച്ചു കൊടുക്കുവാൻ പത്രോസ് ഒരു പാറ പോലെ നിന്ന് ദൈവപ്രവൃത്തികൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ പത്രോസിന് സാധിച്ചു. അങ്ങനെ നമ്മൾക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ദൈവത്തെ അനുസരിച്ച് ദൈവപ്രവൃത്തികൾക്കായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കണം പ്രാർത്ഥിച്ചു നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.